മലയാള സിനിമയിലെ യുവതാരം ഷെയ്ൻ നിഗം നായകനായ ദൃഢം, ഭൂതകാലം എന്നീ ചിത്രങ്ങൾക്കെതിരെ കഥാമോഷണ ആരോപണവുമായി മുൻ DGP ആർ ശ്രീലേഖ രംഗത്ത്. അടുത്തിടെ പുറത്തിറങ്ങിയ ദൃഢം എന്ന പോലീസ് ചിത്രം തന്റെ കഥ മോഷ്ടിച്ച് നിർമ്മിച്ചതാണെന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നടിച്ചു. വർഷങ്ങൾക്ക് മുൻപ് താൻ എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന ചെറുകഥയാണ് ദൃഢത്തിന്റെ മൂലകഥയെന്ന് ശ്രീലേഖ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. സിനിമ കണ്ടപ്പോഴാണ് ചിത്രത്തിലെ കഥാപാത്രവുമായി തന്റെ ചെറുകഥയ്ക്കുള്ള സാമ്യം മനസ്സിലായതെന്നും ശ്രീലേഖ പറഞ്ഞു. ദൃഢം ചിത്രത്തിനൊപ്പം ഷെയ്ൻ നിഗമിന്റെ മറ്റൊരു ചിത്രത്തിനെതിരെയും അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഭൂതകാലം എന്ന ചിത്രവും മോഷണമാണെന്നാണ് ആർ ശ്രീലേഖ പറയുന്നത്. 3 വർഷം മുൻപ് തന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച ഭൂതഭവനം എന്ന അനുഭവക്കുറിപ്പാണ് ഭൂതകാലം എന്ന പേരിൽ സിനിമയാക്കിയത്. സിനിമയുടെ തലക്കെട്ടിൽ പോലും ഈ സാമ്യം വ്യക്തമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ 2 കഥകളുടെയും ലിങ്കുകൾ പങ്കുവച്ചുകൊണ്ടാണ് സിനിമകളുടെ അണിയറ പ്രവർത്തകർക്കെതിരെ മുൻ DGP രംഗത്ത് വന്നിരിക്കുന്നത്. 2 ചിത്രങ്ങളിലും ഷെയ്ൻ നിഗം നായകനോട് പ്രത്യേക സ്നേഹമെന്ന് ശ്രീലേഖ. കഥാമോഷണ ആരോപണം നേരിടുന്ന ദൃഢം, ഭൂതകാലം എന്നീ 2 ചിത്രങ്ങളിലെയും നായകൻ ഷെയ്ൻ നിഗമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. സിനിമകളുടെ അണിയറ പ്രവർത്തകർക്കെതിരെ പരാതിയുണ്ടെങ്കിലും നായകൻ ഷെയ്ൻ നിഗത്തോട് തനിക്ക് പ്രത്യേകമായൊരു സ്നേഹമുണ്ടെന്ന് ആർ ശ്രീലേഖ വെളിപ്പെടുത്തി. പറവ എന്ന ചിത്രം കണ്ടതു മുതൽ തനിക്ക് ഷെയ്നെ ഏറെ ഇഷ്ടമാണ്. കാരണം എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന, ഞാൻ ഒരു കുഞ്ഞു സഹോദരനായി കണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെയാണ് ഈ താരവും കാണാൻ. പ്രത്യേകിച്ച് ദൃഢം എന്ന സിനിമയിൽ പോലീസ് വേഷത്തിൽ. എനിക്ക് വീട്ടിലെ കോശേരി മാവിന്റെ തൈയും ഇടയ്ക്കിടെ ശുദ്ധമായ തേനും നെയ്യും ഒക്കെ സമ്മാനിച്ചിരുന്ന മുഹമ്മദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കക്ഷിയെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ശ്രീലേഖയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ദൃഢം എന്ന സിനിമ കണ്ടു. പോലീസ് കഥയായതുകൊണ്ടും കാണാൻ അവസരം കിട്ടിയതുകൊണ്ടും വളരെ യാദർച്ഛികമായി കണ്ടതാണ്. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന ചെറുകഥ മോഷ്ടിച്ചതാണ് ഇതിലെ മൂലകഥ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഈ കഥ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ശ്രവണകഥയായി അവതരിപ്പിച്ചിട്ടുണ്ട്. കഥ വായിച്ചിട്ടില്ലാത്തവർക്കായി ലിങ്ക് താഴെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ ചാനലിൽ 3 വർഷം മുൻപ് പറഞ്ഞ ഒരു അനുഭവ കഥയുടെ മോഷണമാണ് ഭൂതകാലം എന്ന പല അവാർഡുകളും കിട്ടിയ സിനിമ. തലക്കെട്ടിലും സാമ്യം. ഭൂതഭവനം എന്നായിരുന്നു ആ കഥക്കിട്ട പേര്. അതുകൂടി കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് ആ ഒരു ലിങ്കും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്.